ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൂഫിയുടെ മൂന്നാമത്തെ പാർട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഷീ വെൻറ്റ് എ ലോങ് വേ, മെനി സ്ട്രീറ്റ്സ് ഓവർ, ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്. Then she went up to this other house and jumped over their wall into their backyard. What the hell was she doing? I went up to the gate and rang the doorbell. A kid answered. അപ്പോൾ ഫൂഫി ഒരു ഫെൻസ് ക്ലൈംബ് ചെയ്തിട്ട് 5 അടി പൊക്കമുള്ള ഫെൻസൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത് ട്രെവർ നോവ ഓൾറെഡി കണ്ടു. ആൻഡ് ഹി വാസ് ഫോളോയിങ് ഫൂഫി. നൗ അവളെ നോക്കിയ സമയത്ത് ഫൂഫി ഓടി ഒരുപാട് സ്ട്രീറ്റ്സ് കവർ ചെയ്ത് ആ നെയ്ബർഹുഡിൻ്റെ വേറെ ഒരു പാർട്ടിലേക്ക് പോയി. ആൻഡ് നൗ ഷീ ഈസ് ഗോയിങ് ഇൻ ടു അനദർ ഹൗസ്. വേറൊരു വീടിൻ്റെ വോള് ജമ്പ് ചെയ്ത് അവരുടെ ബാക്ക് യാർഡിലേക്ക് പോയി. ആൻഡ് ട്രെവർ അന്നേരം ആലോചിക്കുക, വാട്ട് ദ ഹെൽ വാസ് ഷീ ഡൂയിങ്? ഇതെന്താ ഇവളി ചെയ്യുന്നത്? എന്തിനാ വേറെ അറിയാത്തൊരു വീട്ടിലേക്കൊക്കെ കയറി പോകുന്നത് എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. ആൻഡ് ട്രെവർ വെൻറ്റ് ടു ദ ഗേറ്റ് ആൻഡ് റാങ് ദ ഡോർബെൽ. ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഡോർബെൽ അടിച്ചു. അന്നേരം ഒരു കിഡ് പുറത്തേക്ക് വന്നു, ഒരു കുട്ടി പുറത്തേക്ക് വന്നു. മേ ഐ ഹെൽപ്പ് യു? ഹി സെഡ്. യാ, മൈ ഡോഗ് ഇസ് ഇൻ യുവർ യാർഡ്. വാട്ട്? മൈ ഡോഗ്, ഷീ ഈസ് ഇൻ യുവർ യാർഡ്. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ us. അപ്പം മറ്റേ കുട്ടി പുറത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത്? അന്നേരം ഇവൻ പറഞ്ഞു, എൻ്റെ ഡോഗ് നിങ്ങളുടെ യാർഡിലുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുണ്ട്. അന്നേരം അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ നിങ്ങൾ ചോദിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഹി റിപ്പീറ്റഡ്, മൈ ഡോഗ്, ഷീ ഈസ് ഇൻ യുവർ യാർഡ്. ആൻഡ് ആ സമയത്ത് ഫൂഫി നടന്നു വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് വന്ന് നിന്നു. ആൻഡ് ട്രെവർ നോവ സെഡ്, ഫൂഫി കം. I said, let's go. This kid looked at Fufi and called her by some other stupid name. Spotty, go back inside the house. അപ്പോൾ ഫൂഫീനെ കണ്ട സമയത്ത് ട്രെവർ എന്ത് പറഞ്ഞു? ഫൂഫി വാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഫൂഫീനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തയ്യാറെടുക്കുമായിരുന്നു. ആ സമയം മറ്റേ കുട്ടി ഫൂഫീനെ വേറെ ഒരു സ്റ്റുപ്പിഡ് നെയിം വെച്ചിട്ട് വിളിച്ചു. സ്പോട്ടി എന്നുള്ള നെയിം വെച്ച് വിളിച്ചിട്ട് ഫൂഫീനോട് പറയാം, സ്പോട്ടി ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്, വീടിൻ്റെ അകത്തേക്ക് തിരിച്ച് കയറിപ്പോ എന്ന് പറഞ്ഞു. Whoa, I said. Spotty? That's Foofy. No, that's my dog, Spotty. No, that's Foofy, my friend. No, this is Spotty. How could this be Spotty? She doesn't even have spots. You don't know what you're talking about. This is Spotty, Foofy, Spotty, Foofy. Okay, അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ട്രെവർ നോവ പറഞ്ഞു, ഇത് ഫൂഫിയാണ്, ദിസ് ഇസ് മൈ ഡോഗ്, ദിസ് ഇസ് മൈ ഫ്രണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഇവനെ കൊണ്ടുപോവാ എന്ന് ട്രെവർ നോവ പറഞ്ഞ സമയത്ത് മറ്റേ കുട്ടി സമ്മതിക്കുന്നില്ല. മറ്റേ കുട്ടി പറയാം, ഫൂഫി അല്ല, ഇത് സ്പോട്ടിയാണ്, ദിസ് ഇസ് മൈ ഡോഗ്, ഇത് എൻ്റെ ഡോഗാണ്. അന്നേരം ട്രെവർ നോവ തിരിച്ച് ചോദിച്ചു, ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഇത് എങ്ങനെ സ്പോട്ടി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത്? ഇതിന് സ്പോട്ട്സ് പോലും ഇല്ല. സ്പോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളികൾ. അപ്പം ഈ ഫൂഫിയുടെ ദേഹത്ത് പുള്ളികളൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഇതിനെ സ്പോട്ടി എന്ന് വിളിക്കുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. Of course, since Foofy was deaf, she didn't respond to Spotty or Foofy. She just stood there. I started cursing the kid out. Give me back my dog. I don't know who you are, he said, but you better get out of here. Then he went into the house and got his mom and she came out. What do you want? She asked. That's my dog. അപ്പോൾ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ട്രെവർ നോവ ഹി സ്റ്റാർട്ടഡ് കേഴ്സിങ് ദ കിഡ്. ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട് അവരോട് ശരിക്കും ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഡോഗിനെ എനിക്ക് തിരിച്ചതാ. അന്നേരം മറ്റേ കുട്ടി പറയാണ്, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഇതെൻ്റെ വീടാണ്, ഗെറ്റ് ഔട്ട്. എന്നിട്ട് പുള്ളി അകത്തേക്ക് കയറി പോയിട്ട് അമ്മേനെ വിളിച്ച് പുറത്തേക്ക് വന്നു. ആൻഡ് അമ്മ പുറത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. അന്നേരം ട്രെവർ നോവ അവരോടും പറഞ്ഞു, ഇതെൻ്റെ പട്ടിയാണ്, ദിസ് ഇസ് അവർ ഡോഗ്, ഗിവ് ഇറ്റ് ടു മീ. അന്നേരം ഈ അമ്മ പറഞ്ഞു, മറ്റേ കുട്ടിയുടെ അമ്മ പറഞ്ഞു, ദിസ് ഇസ് അവർ ഡോഗ്, ഗോ അവേ. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മയും മറ്റേ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, ഇത് ഞങ്ങളുടെ ഡോഗാണ്, ജസ്റ്റ് ഗോ അവേ എന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. വൈ ആർ യു സ്റ്റീലിംഗ് മൈ ഡോഗ്? ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബെഗ്ഡ് ഹർ. ഫൂഫി, വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? വൈ ഫൂഫി, വൈ? ഐ കോൾഡ് ടു ഹർ. I begged her to come. Foofy was deaf to my pleas and everything else. അപ്പോൾ ഫൂഫിക്ക് എന്താണെങ്കിലും ചെവി കേൾക്കില്ല. അതുകൊണ്ട് ഈവൻ ഫൂഫി എന്ന് വിളിച്ചാലും അത് ഫൂഫിക്ക് കേൾക്കാൻ പറ്റില്ല. മറ്റേ കുട്ടി സ്പോട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാലും അതും കേൾക്കാൻ പറ്റില്ല. സോ ഫൂഫി വാസ് ക്ലൂലെസ് ആയിട്ട് അവരുടെ നടുക്ക് നിൽക്കുക. അപ്പോൾ ഈ അമ്മയും കൂടെ വന്നിട്ട് മറ്റേ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ട്രെവറിന് ഭയങ്കര സങ്കടം വന്ന് ട്രെവർ കരയാൻ തുടങ്ങി. ആൻഡ് ട്രെവർ സ്റ്റാർട്ടഡ് ആസ്കിങ് ഫൂഫി, എന്തുകൊണ്ടാണ് നീ എന്നെ ഇവിടെ
എന്നോടിങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഫൂഫി ഇങ്ങനെ ചെയ്യുന്നത്? ആൻഡ് ഹി കോൾഡ് ഹർ ആൻഡ് ഹി സെഡ്, പുള്ളി ബെഗ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു, ഒരുപാട് അപേക്ഷിച്ച് പറയുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഫൂഫിക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷീ വാസ് ഡെഫ് ടു ഹിസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ. അപ്പോൾ ഈ അപേക്ഷകളൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടും ഫൂഫിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല, ഫൂഫിക്ക് അതൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം, ടിയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടും എന്താണെങ്കിലും അവർ തരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഇവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവൻ തിരിച്ച് ബൈക്കിൽ കയറി, ബൈക്ക് എന്ന് പറയുമ്പം ബൈസിക്കിളിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ബൈസിക്കിൾ ഓടിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് ഇവൻ കരഞ്ഞുകൊണ്ടാണ് സൈക്കിൾ ഓടിച്ചത്. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്. ടു സീ ഹർ വിത്ത് അനദർ ബോയ് ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ ആഫ്റ്റർ ഐ റേസ്ഡ് ഹർ, ആഫ്റ്റർ ഓൾ ദി നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ, ഐ വാസ് ഹാർട്ട് ബ്രോക്കൻ. അപ്പോൾ ട്രെവർ ഇസ് സേയിങ് വൺസ് അഗെയിൻ, ട്രെവർ ഓൾറെഡി പറഞ്ഞു ദറ്റ് ഫൂഫി ഈസ് ദ ലവ് ഓഫ് ഹിസ് ലൈഫ്. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഫൂഫീനെ. അപ്പോൾ ഫൂഫീനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വേറൊരു കുട്ടിയുടെ കൂടെ, വേറൊരു ബോയുടെ കൂടെ ഫൂഫീനെ കണ്ട സമയത്ത് അവനത് സഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹീ റേസ്ഡ് ഹർ. ഇവനാണ് ഫൂഫീനെ ചെറുപ്പം മുതൽ വളർത്തിയത്. ആൻഡ് എല്ലാ ദിവസവും ഇവരൊരുമിച്ചായിരുന്നു നൈറ്റുകളൊക്കെ സ്പെൻഡ് ചെയ്തത്. ഡേ ടൈമിൽ ഇവൻ അവിടെ ഉണ്ടാവില്ല, പക്ഷേ നൈറ്റ് ടൈം, ഈവനിങ് ആവുന്ന സമയത്ത് അവൻ തിരിച്ചു വരും. ആൻഡ് നൈറ്റ് ഇവൻ്റെ കൂടെയാണ് ഫൂഫി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്രയുമൊക്കെ ചെയ്തിട്ടും ഫൂഫി ഇവനെ ബിട്രേ ചെയ്യുന്നത് പോലെ, ചീറ്റ് ചെയ്യുന്നത് പോലെ ഇവന് തോന്നി. അതുകൊണ്ട് ഹി വാസ് ഹാർട്ട് ബ്രോക്കൻ. അവന് ഭയങ്കര സങ്കടമായി, ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള സങ്കടം വന്നു. ദാറ്റ് ഈവനിങ് ഫൂഫി ഡിഡ്ന്റ് കം ഹോം because the other family thought that I was coming to steal their dog. They had decided to lock her inside so she couldn't make it back the way she normally did to wait for us outside the fence. അപ്പോൾ എല്ലാ ദിവസവും യൂഷ്വലി ഫൂഫി വൈകുന്നേരം ആകുമ്പം ഇവർ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഫൂഫി ഫെൻസിൻ്റെ പുറത്ത് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അന്നത്തെ ദിവസം ഫൂഫി തിരിച്ച് വന്നില്ല. ബിക്കോസ് മറ്റേ ഫാമിലി വിചാരിച്ചു ഈ കുട്ടി ഫൂഫിനെ സ്റ്റീൽ ചെയ്യാനായിട്ട് വരികയാണ്, മോഷ്ടിക്കാനായിട്ട് വരികയാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് അവർ ഫൂഫീനെ അന്നവിടെ ലോക്കപ്പ് ചെയ്ത് ഇട്ടു, ആ വീട്ടിൽ പൂട്ടിയിട്ടു. അതുകൊണ്ട് ഫൂഫിക്ക് അന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. മൈ മോം ഗോട്ട് ഹോം ഫ്രം വർക്ക്. ഐ വാസ് ഇൻ ടീയേഴ്സ്. ഐ ടോൾഡ് ഹർ ഫൂഫി ഹാഡ് ബിൻ കിഡ്നാപ്ഡ്. വി വെൻറ്റ് ബാക്ക് ടു ദ ഹൗസ്. മൈ മോം റാങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. ഓക്കെ, അപ്പോൾ ട്രെവറിൻ്റെ മോം തിരിച്ചു വന്ന സമയത്ത് ട്രെവർ വാസ് ക്രൈയിങ്. ഹി വാസ് കംപ്ലീറ്റ്ലി ഇൻ ടീയേഴ്സ്. ആൻഡ് ട്രെവർ പറഞ്ഞു, അമ്മേനോട് പറഞ്ഞു, ഫൂഫീനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ആൻഡ് ഇവൻ ആ വീട്ടിലേക്ക് അമ്മേനെ കൊണ്ട് പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ പോയി. ദേ റാങ് ദ ബെൽ. ആൻഡ് ഇവൻ്റെ അമ്മ മറ്റേ മദറിനോട് സംസാരിക്കുക. ലുക്ക്, ദിസ് ഇസ് അവർ ഡോഗ്. ദിസ് ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്. ദിസ് ഇസ് നോട്ട് യുവർ ഡോഗ്. വി ബോട്ട് ദിസ് ഡോഗ്. യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്. ഇറ്റ്സ് അവർ ഡോഗ്. അപ്പോൾ ട്രെവറിൻ്റെ അമ്മ മറ്റേ മദറിനോട് പറഞ്ഞു, സി, ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. പക്ഷേ മറ്റേ മദർ എന്ത് പറഞ്ഞു? അവരിവരുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. നോ, ഇത് നിങ്ങളുടെ ഡോഗല്ല, ഞങ്ങൾ ഈ പട്ടീനെ മേടിച്ചതാണ്. അപ്പോൾ അത് സത്യത്തിൽ കള്ളമാണല്ലോ. ഈ പട്ടി ആ വീട്ടിലേക്ക് കയറി ചെന്നതാണ്, ഫൂഫി ആ വീട്ടിലേക്ക് സ്വന്തം ഇഷ്ടത്തിൽ കയറി ചെന്നതാണ്. പക്ഷേ ഇവർ മേടിച്ചതല്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ല. ആൻഡ് ഈ ട്രെവറിൻ്റെ അമ്മ തിരിച്ചു പറഞ്ഞു, യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. ഇത് ഞങ്ങളുടെ ഡോഗാണ്, നിങ്ങളിതിനെ മേടിച്ചിട്ടില്ല. ദേ വെൻറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. This woman wasn't budging, so we went home to get evidence. Pictures of us with the dogs, certificates from the vet. I was crying the whole time and my mom was losing her patience with me. Stop crying, we'll get the dog. Calm down. അപ്പോൾ ഈ മറ്റേ കുട്ടിയുടെ അമ്മ ഷീ വാസ് നോട്ട് ബഡ്ജിങ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നും സമ്മതിച്ച് കൊടുക്കാതെ അവർ ആ പറഞ്ഞ വാക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇവർ വീട്ടിൽ ചെന്നിട്ട് എവിഡൻസുമായിട്ട് വന്നു. ഇത് ഇവരുടെ തന്നെ പട്ടിയാണ് എന്ന് കാണിക്കാനായിട്ടുള്ള എവിഡൻസും കൊണ്ട് വന്നു. ഓൾസോ വെറ്റിനറി ഡോക്ടർ, അതായത് മൃഗാശുപത്രിയിലുള്ള ഡോക്ടർ ഉണ്ടല്ലോ, മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ, അതാണ് വെറ്റിനറി ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെറ്റിനറി ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ഇവർ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഫൂഫീനെ കൊണ്ട് വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ്, ആ സർട്ടിഫിക്കറ്റ്സുമായിട്ട് വന്നു. ആൻഡ് ഈ സമയത്തെല്ലാം ട്രെവർ നോവ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ട്രെവർ നോവയുടെ അമ്മ ഏറ്റവും അവസാനം സഹി കെട്ടിയിട്ട് ട്രെവർ നോവയോട് പറഞ്ഞു, സ്റ്റോപ്പ് ക്രൈയിങ്, വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ പട്ടീനെ തിരിച്ചു കിട്ടും. ആൻഡ് യു ഹാവ് ടു കാം ഡൗൺ. വി ഗ്യാതേർഡ് അപ്പ് അവർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വെൻറ്റ് ബാക്ക് ടു ദ ഹൗസ്. This time we brought Panther with us as part of proof.
My mom showed this lady the pictures and the information from the vet. She still wouldn't give us Fufi. Finally, my mom said, "Okay, I'll give you 100 rand. Fine," the lady said. അപ്പോൾ ഇവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഫോട്ടോസും വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും എല്ലാം ആയിട്ട് വന്നു. അതിൻ്റെ കൂടെ ഇവർ പാന്തറിനെയും കൂടെ കൊണ്ടുവന്നു. ബിക്കോസ് പാന്തർ വിളിച്ചു കഴിഞ്ഞാൽ ഫൂഫി വരുമല്ലോ, അതുകൊണ്ട് ഒരു പ്രൂഫായിട്ട് പാന്തറിനെയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ഇത്രയും ഇൻഫർമേഷൻ എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ടും മറ്റേ സ്ത്രീ സമ്മതിക്കുന്നില്ല, ഇത് അവരുടെ ഡോഗാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ട്രെവറിൻ്റെ അമ്മ അവർക്ക് ഒരു 100 റാൻഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയാണ്, മണി ഓഫർ ചെയ്തു. അന്നേരം ആ ലേഡി സമ്മതിച്ചു. Mom gave her some money and she brought Fufi out. This other kid who thought Fufi was sporty had to watch his mother sell the dog he thought was his. Now he started crying. "Sporty, no, Mom, don't sell Sporty. I didn't care. I just wanted Fufi back." അപ്പോൾ മറ്റേ കുട്ടിയുടെ അമ്മ കാശ് മേടിച്ച് ഫൂഫീനെ ഇവർക്ക് വിൽക്കുന്നത് മറ്റേ കുട്ടി കണ്ടു. ആൻഡ് മറ്റേ കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ആ കുട്ടിയുടെ വിചാരം അത് സ്പോട്ടിയാണെന്നാണ്, അവൻ്റെ ഡോഗാണെന്നാണ് ആ കുട്ടിയുടെ വിചാരം. അപ്പോൾ ആ കുട്ടി അതിൻ്റെ അമ്മേനോട് കരഞ്ഞ് പറയാൻ തുടങ്ങി, സ്പോട്ടീനെ കൊടുക്കരുത്, സ്പോട്ടി ഡോണ്ട് ഗോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പക്ഷേ ട്രെവർ നോവ അതൊന്നും കെയർ ചെയ്തില്ല. ബിക്കോസ് ട്രെവർ നോവയ്ക്ക് ഇത് ഫൂഫിയാണ്, സ്പോട്ടി അല്ല, അത് അവൻ്റെ ഡോഗാണ്. So he just wanted Fufi back. Once Fufi saw Panther, she came right away. The dogs left with us and we walked. I sobbed the whole way home, still heartbroken. My mom had no time for my whining. അപ്പോൾ ഇവർക്ക് തിരിച്ച് ഫൂഫിനെ കിട്ടി. പാന്തറിനെ കണ്ടപാടെ ഫൂഫി ഓടി ഇവരുടെ കൂടെ വന്നു. ആൻഡ് ഇവർ ഒരുമിച്ച് തിരിച്ചു പോവുക. പക്ഷേ ആ സമയത്തും ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. ഹി വാസ് സോബിങ് എന്ന് പറഞ്ഞാൽ ക്രൈങ്, ബിക്കോസ് ഹി വാസ് സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൻ. ഇങ്ങനെ വേറൊരു കുട്ടീനെയും കൂടെ ഫൂഫി ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ആ വേറൊരു കുട്ടിയുടെ കൂടെ ഫൂഫി പോയല്ലോ എന്നോർത്തിട്ട് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. ഹി വാസ് സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൻ. ആൻഡ് ഇവൻ്റെ അമ്മയ്ക്ക് ഇവൻ്റെ വൈനിങ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് വൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഈ കരച്ചിലിന് ഈ അമ്മയ്ക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഷീ വാസ് നോട്ട് പേഷ്യൻറ്റ്. "Why are you crying?" "Because Fufi loves another boy." "So, why would that hurt you? It didn't cost you anything. Fufi is here. She still loves you. She's still your dog. So get over it." അപ്പോൾ അമ്മ ചോദിക്കുക, "നീ എന്തിനാ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഫൂഫിനെ തിരിച്ച് കിട്ടിയല്ലോ." അന്നേരം ട്രെവർ നോവ തിരിച്ചു പറഞ്ഞു, "പക്ഷേ ഫൂഫിക്ക് വേറൊരു കുട്ടീനെയും കൂടെ ഇഷ്ടമാണ്. ഷീ ലവ്സ് അനദർ ബോയ്." അന്നേരം അമ്മ തിരിച്ചു പറയാം, "സോ വാട്ട്? വൈ ഡസ് ദാറ്റ് ഹേർട്ട് യു? അതുകൊണ്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അത് കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഫൂഫി ഇപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. ആൻഡ് ഫൂഫിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. ഷീ ഈസ് സ്റ്റിൽ യുവർ ഡോഗ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക. എന്തിനാ അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഓർക്കുന്നത് നിർത്തുക." "Fufi was my first heartbreak. No one has ever betrayed me more than Fufi. It was a valuable lesson to me." അപ്പോൾ ട്രെവർ നോവ പറയുന്നത് ഇവൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക്, ആദ്യമായിട്ട് ഇത്രയും അധികം സങ്കടം തന്ന, ഇത്രയധികം ബിട്രേഡ് ആയിട്ട് ഫീൽ ചെയ്ത്, ചതിക്കപ്പെട്ട പോലെ ഫീൽ ചെയ്യിപ്പിച്ചത് ഫൂഫിയാണ്. വേറെ ആരും ഇത്രയധികം ഇവനെ ചതിച്ചിട്ടില്ല. ആൻഡ് അത് തന്നെ ചൈൽഡ്ഹുഡിലത്തെ ഏറ്റവും വലിയ ലെസൺ ആയിരുന്നു ഇവന്. "The hard thing was understanding that Fufi wasn't cheating on me with another boy. She was merely living her life to the fullest." അപ്പോൾ ശരിക്കും അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇതാണ്, ഫൂഫി ഇവനെ ചീറ്റ് ചെയ്യുക ആയിരുന്നില്ല. വേറൊരു കുട്ടിയുടെ കൂടെ പോകുന്നതോടെ ഇവനെ ചീറ്റ് ചെയ്യുകയല്ല, ഇവനെ ചതിക്കുകയല്ല. ഷി വാസ് മിയർലി ലിവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അവൾ അവളുടെ ലൈഫ് എൻജോയ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അവൾക്ക് പല ആൾക്കാരെ ഇഷ്ടപ്പെടാൻ തോന്നി. അവൾക്ക് പല നെയ്ബർഹുഡിലൂടെയും പല സ്ട്രീറ്റ്സിലൂടെയും ഓടി നടന്ന് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. അല്ലാണ്ട് അവിടെ ഇവർ രാവിലെ പോകുന്ന സമയത്ത് ബാക്ക് യാർഡിൽ ഇവരെ പൂട്ടിയിടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം വൈകുന്നേരം വരെ അവിടെ പൂട്ടിയിടപ്പെടാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യുകയായിരുന്നു. "Until I knew that she was going out on her own during the day, her other relationship hadn't affected me at all. Fufi had no malicious intent." അപ്പോൾ ഇവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്, വേറെ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്, വേറൊരു കുട്ടിയെ കാണുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് വരെ ട്രെവറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫൂഫി ഹാഡ് നോ മാലിഷ്യസ് ഇൻറ്റൻറ്റ്. മാലിഷ്യസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ടു ഹേർട്ട് സംവൺ, ഒരാളെ ഹേർട്ട് ചെയ്യുക, അയാൾക്ക് പെയിൻ കൊടുക്കുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ,
അങ്ങനത്തെ മാലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻറ്റും ഫൂഫിക്ക് ഉണ്ടായിരുന്നില്ല. ട്രെവർ നോവയെ ബുദ്ധിമുട്ടിപ്പിക്കണം ഓർ അവന് സങ്കടം ഉണ്ടാക്കണം എന്നുള്ള ആ ചിന്തയൊന്നും ഫൂഫിക്ക് ഉണ്ടായിരുന്നില്ല. ഫൂഫിക്ക് വേറൊരു കുട്ടീനെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ കൂടെ കളിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇവനെ ബുദ്ധിമുട്ടിക്കാനോ സങ്കടപ്പെടുത്താനോ അല്ല ഫൂഫി നോക്കിയത്. That experience shaped what I felt about relationships for the rest of my life. You do not own the things you love. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് ഇത്. ഈ ഒരു എക്സ്പീരിയൻസ് അവൻ്റെ ലൈഫിൽ വളരെയധികം ചേഞ്ച് കൊണ്ടുവന്ന ഒന്നാണ്. റിലേഷൻഷിപ്സിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസ് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇവന് മനസ്സിലായ കാര്യം ഇതാണ്: യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങളൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നത് കൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഓൺ ഇറ്റ്. നിങ്ങളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൺട്രോളിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. നിങ്ങളൊരാളെ അല്ലെങ്കിൽ ഒരു സാധനത്തെ, ഒരു പെറ്റിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പൊസഷൻ അല്ല, അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കീഴിലല്ല, നിങ്ങളുടെ കൺട്രോളിലല്ല. I was lucky to learn that lesson at such a young age. I have so many friends who still as adults wrestle with feelings of betrayal. അപ്പോൾ ഇവൻ പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു പാഠം പഠിച്ചത് കൊണ്ട് ഞാൻ വളരെ ലക്കിയാണ്. ബിക്കോസ് അഡൾട്ട്സ് ആയതിനു ശേഷവും, നല്ല പ്രായമായതിനു ശേഷവും ആൾക്കാർ, ഇവൻ്റെ കുറേ ഫ്രണ്ട്സ്, ദേ ആർ റെസ്ലിംഗ് വിത്ത് ദെയർ ഫീലിങ്സ്. അവരവരുടെ ഫീലിങ്സ് കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ആരെങ്കിലും അവരെ ചീറ്റ് ചെയ്തു, ബിട്രേ ചെയ്തു, അവരുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ദേ ആർ റെസ്ലിംഗ് വിത്ത് ദെയർ ഫീലിങ്സ്. They'll come to me angry and crying and talking about how they've been cheated on and lied to, and I feel for them. I understand what they're going through. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ അടുത്ത് വന്നിട്ട് അവരെന്നെ ചീറ്റ് ചെയ്തു, എൻ്റെ ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്തു, എൻ്റെ പാർട്ട്ണർ എന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഇവനോട് സംസാരിക്കും. അപ്പോൾ അവർ പറയുന്നതെല്ലാം ഇവന് മനസ്സിലാവും, ആ ഇമോഷൻസ് ഇവന് മനസ്സിലാവും. ബിക്കോസ് ഇവൻ വളരെ ചെറുതായിരുന്ന സമയത്ത് തന്നെ ഫൂഫി ഇവനെ ചീറ്റ് ചെയ്തതുപോലെ ഇവന് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇവനിതെല്ലാം മനസ്സിലാവും. ഐ സിറ്റ് വിത്ത് ദെം ആൻഡ് ബൈ ദെം എ ഡ്രിങ്ക് ആൻഡ് സേ, ഫ്രണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. അപ്പോൾ ആ സമയത്ത് ഇവൻ ആ ഫ്രണ്ട്സിനെ അടുത്തിരുത്തി അവർക്കൊരു ഡ്രിങ്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരോട് പറയും, ഫ്രണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. ഞാൻ നിന്നോട് ഫൂഫിയുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആനിമലിനെ ആയിക്കോട്ടെ, ഒരു സാധനത്തെ ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ആയിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ കംപ്ലീറ്റ്ലി നമ്മളുടെ പൊസഷൻ അല്ല. നമുക്ക് അവരെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ തിരിച്ചും നമ്മളെ മാത്രം സ്നേഹിക്കണം എന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല. ബിക്കോസ് അത് സെൽഫിഷ്നെസ് ആണ്. അവർക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് അവർ നമ്മളെ മാത്രം സ്നേഹിക്കണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവകാശം നമുക്കില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, അവരുടെ ഫീലിങ്സ് ഉണ്ട്. അവർക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കുമ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരോടും ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. അയാളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഫ്രണ്ടിന് വേറെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, നിങ്ങളല്ലാണ്ട് വേറെയും 1-2 ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ സമയത്ത് യു മൈറ്റ് ഫീൽ ബിട്രേഡ്. പക്ഷേ അങ്ങനെ ബിട്രേഡായി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ അവർ നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നല്ല. അവർക്ക് പലരെയും സ്നേഹിക്കാം. അത് അവരുടെ ലൈഫാണ്, അവരുടെ ഫീലിങ്സാണ്, അവരുടെ ഇമോഷൻസാണ്. അപ്പോൾ നമ്മൾ ആരെയും സെൽഫിഷായിട്ട് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ നോക്കാൻ പാടില്ല. ഈ ഒരു ലെസൺ ഫൂഫി ആണ് ട്രെവർ നോവയെ പഠിപ്പിച്ചത്. ഇത്രയുമാണ് ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ എന്ന് പറയുന്ന പാർട്ടിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓൺ അവർ ഫ്രണ്ട് വാൾ someone had written in Afrikaans hex, witch. Do you think torturing the cats was caused by superstition, prejudice or both? Comment. അപ്പോൾ ഇവരുടെ വാളിൻ്റെ മുകളിൽ ഹെക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ആൻഡ് അങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് ക്യാറ്റ്സിനെ അവർ കൊന്നത്. അവിടെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം. അത് സൂപ്പർസ്റ്റിഷൻ കാരണമാണോ, പ്രജുഡിസ് കാരണമാണോ, അതോ രണ്ടും കൊണ്ടാണോ? സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം, പ്രജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻവിധി.
ഇതിൽ എന്ത് കാരണമാണ്, അതോ രണ്ടും കാരണമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് The cats were tortured because of both superstition and prejudice. സൂപ്പർസ്റ്റിഷനും prejudiceും രണ്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്യാറ്റ്സിനെ ടോർച്ചർ ചെയ്തത്. Superstitious beliefs made people associate the cats with witchcraft, while prejudice against Trevor's mother encouraged them to act cruelly. അപ്പോൾ ഇവരുടെ അന്ധവിശ്വാസം കാരണം, അന്ധവിശ്വാസം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ക്യാറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അന്ധവിശ്വാസത്തിൽ ബ്ലാക്ക് ക്യാറ്റ്സ് വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ആൾക്കാരെ ബ്ലാക്ക് മാജിക് കാരണം ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് അവരുടെ അന്ധവിശ്വാസം. അതാണ് അവരുടെ സൂപ്പർസ്റ്റിഷൻ. ആൻഡ് ട്രെവറിൻ്റെ മദറിനെ കുറിച്ചുള്ള മുൻവിധികൾ, കാരണം ട്രെവറിൻ്റെ മദർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഒരു ഇൻ്റർ റേഷ്യൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. ട്രെവറിൻ്റെ ഫാദർ ഒരു വൈറ്റ് പേഴ്സണാണ്, ട്രെവറിൻ്റെ മദർ ഒരു ബ്ലാക്ക് പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർ റേഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ടൈമിൽ ഒരു ടാബു ആയിരുന്നു, അതായത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ ട്രെവറിൻ്റെ അമ്മ ട്രെവറിനെ നോക്കുന്നതൊക്കെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമണായിട്ട് ഒറ്റയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മദറിനെ ആൾക്കാർ വളരെ മുൻവിധികളോടെയാണ് കാണുന്നത്. അതുകൊണ്ട് ട്രെവറിൻ്റെ അമ്മേനെ കുറിച്ചുള്ള മുൻവിധികൾ, അതുകൊണ്ടും കൂടിയാണ് ഈ ക്യാറ്റ്സിനെ, ട്രെവറിൻ്റെ ക്യാറ്റ്സിനെ ഈ ആൾക്കാർ കൊന്നത്. This incident shows how ignorance and fear can lead to the mistreatment of innocent beings. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് മുൻവിധികളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പേടികൾ, ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അജ്ഞത, ആൾക്കാർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം കാരണം ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യാറ്റ്സ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് മിസ്ട്രീറ്റഡ് ആവുന്നു, അവർ ഉപദ്രവിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. There were two sisters who loved and hated each other. It was a strange relationship. Have you observed such a strange behavior among humans? Discuss. ഇതിൻ്റെ അകത്ത് ആ 2 sisters ആരൊക്കെയാ? പാന്തറും ഫൂഫിയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും they loved and hated each other. ആൻഡ് ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ ഇതുപോലത്തെ സ്ട്രേഞ്ച് ബിഹേവിയർ ഹ്യൂമൻസിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യെസ്, സച്ച് സ്ട്രേഞ്ച് റിലേഷൻഷിപ്സ് ക്യാൻ ഓഫൻ ബി സീൻ അമംഗ് ഹ്യൂമൻസ്. യെസ്, ഇതുപോലെ ഹ്യൂമൻസിൻ്റെ ഇടയ്ക്കും ഇതുപോലത്തെ സ്ട്രേഞ്ച് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കാണാൻ പറ്റും. Sometimes brothers, sisters, friends or even relatives love each other deeply but also argue, compete and become jealous of one another. നമ്മളുടെ സിബ്ലിങ്സ് തമ്മിലും ഫ്രണ്ട്സ് തമ്മിലും ഈവൻ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് തമ്മിലും ഇതുപോലെ നല്ല സ്നേഹമുള്ളവരായിരിക്കും, പക്ഷേ അവരുടെ ഇടയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും, വഴക്കുകളുണ്ടാവും, ജലസി ഉണ്ടാവും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയൊക്കെ ഉണ്ടാവും. Despite frequent quarrels, they continue to care for and support each other when needed. അപ്പോൾ ഇവരെപ്പോഴും വഴക്കുണ്ടാക്കുമെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സമയത്തെല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുകയും ചെയ്യും. Fufi and Panther were also like this. This shows that love and hate can exist together in close relationships. ഫൂഫിയും പാന്തറും ഇതുപോലെ തന്നെയായിരുന്നു, ഇതുപോലെയുള്ള ഹ്യൂമൻസും ഉണ്ട്. ആൻഡ് ദിസ് ഷോസ് ദാറ്റ് ലവും ഹെയ്റ്റും ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ആണ് വെൻ ഇറ്റ് കംസ് ടു ക്ലോസ് റിലേഷൻഷിപ്സ്. അടുത്ത ആക്ടിവിറ്റി ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാറ്റിനെയും ഡോഗിനെയും ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസ്റ്റേഴ്സ്. അതിൻ്റെ അകത്ത് യൂഷ്വലി കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡ് എ ഡീറ്റെയിൽ പ്രൊഫൈൽ ഓഫ് ദ ക്യാറ്റ്സ് highlighting the physical appearance, personality traits, daily habits and any special care that they may need. Also indicate the urgency of early adoption. അപ്പോൾ യൂഷ്വലി ഇതിനകത്ത് കൊടുക്കുന്നത് പൂച്ചകളുടെ പടം കൊടുക്കും, ഏത് ആനിമലിനാണോ അഡോപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ആ ആനിമലിൻ്റെ പടം കൊടുക്കും. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ട്രേറ്റ്സ് അത് പറയും. യൂഷ്വലി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഡെയിലി ഹാബിറ്റ്സ്, അവർ എങ്ങനെയാണ് അവരുടെ ഫുഡ് പ്രിഫറൻസസ് ഒക്കെ എന്താണ്, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ കളിക്കാൻ താല്പര്യമുള്ളത് അതൊക്കെ പറയും. പിന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കെയർ ആവശ്യമുണ്ടോ അതും കൂടെ പറയും. പിന്നെ യൂഷ്വലി ഈ ഡോഗിൻ്റെയോ ക്യാറ്റിൻ്റെയോ ഏജും ജെൻഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ ഏറ്റവും അവസാനം കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സാമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അഡോപ്റ്റ് 2 ന്യൂ ഫ്രണ്ട്സ്, അതാണ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മൾ അഡോപ്ഷനുള്ള പോസ്റ്റർ ആണെങ്കിൽ ഏത് പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണം. 2 fluffy black cats are looking for a loving parent and a warm home. They are 3 months old and love snuggling under a blanket. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ 3 മാസമാണ് അവർക്ക് പ്രായം. ആൻഡ് അവർക്കൊരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ പുതച്ചു മൂടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെൽ ബിഹേവ്ഡ് ആൻഡ് പ്ലേഫുൾ, ദേ എൻജോയ് സിപ്പിംഗ് വാം മിൽക്ക്. അപ്പോൾ ഇവിടെ അവരുടെ ഫുഡ് പ്രിഫറൻസ് ആണ് പറയുന്നത്. അവർക്ക് നല്ല കുറച്ച് ചൂടുള്ള പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ വളരെ പ്ലേഫുള്ളാണ്, വെൽ ബിഹേവ്ഡ് ആണ്. അപ്പോൾ അവരുടെ ട്രേറ്റുകളാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ക്യൂട്ട് കിറ്റൻസ്, യുവർ ഫറി ഫ്രണ്ട്സ് ആർ ഈഗർലി വെയിറ്റിംഗ് ആൻഡ് കോൺടാക്ട് അസ് അറ്റ്, ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങളുടെ ഫറി ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്ററാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.